Hi, welcome to SB Chem Classes. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലസ് വണ്ണിലെ അഞ്ചാമത്തെ ചാപ്റ്ററായ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനെ കുറിച്ചാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് രണ്ട് സ്റ്റേറ്റിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്, ഗ്യാസ് സ്റ്റേറ്റും ലിക്വിഡ് സ്റ്റേറ്റും. പക്ഷെ വിശദമായി നമുക്ക് പഠിക്കാനുള്ളത് ഗ്യാസിനെ കുറിച്ചാണ്. ലിക്വിഡിനെ കുറിച്ച് കുറച്ച് വിഷയങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഈ ഗ്യാസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ ഗ്യാസുമായി ബന്ധപ്പെട്ട ലോസ് ആണ്, ഗ്യാസ് ലോസ്. നമുക്ക് ഗ്യാസ് ലോസിലോട്ട് കടക്കുകയാണെങ്കിൽ 4 ലോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്: ബോയിൽസ് ലോ, ചാൾസ് ലോ, ഗേൽ-സാക്സ് ലോ ആൻഡ് അവഗാഡ്രോസ് ലോ. ഈ ലോനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഗ്യാസിന് 4 പ്രോപ്പർട്ടീസ് ആണ്: പ്രഷർ, വോളിയം, നമ്പർ ഓഫ് മോൾ, ടെമ്പറേച്ചർ. ഇതിൽ ഏതെങ്കിലും 2 പ്രോപ്പർട്ടി കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ബാക്കി 2 പ്രോപ്പർട്ടീസിന്റെ റിലേഷൻ ആണ് ഈ ഓരോ ലോസിലും പറഞ്ഞത്. നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ബോയിൽസ് ലോ. ബോയിൽസ് ലോ പറഞ്ഞത് ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോളും കോൺസ്റ്റന്റ് ആയിരിക്കണം. ടെമ്പറേച്ചറും എമൗണ്ടും കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രഷർ വോളിയവുമായി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. P പ്രൊപ്പോർഷണൽ ടു 1/v ആണെങ്കിൽ P ഈക്വൽ ടു K ഇൻറ്റു 1/v ആണ്. PV ഈക്വൽ ടു K ആണ്. PV ഈക്വൽ ടു K ആണെങ്കിൽ P1 ഇൻറ്റു V1 ഈക്വൽ ടു P2 ഇൻറ്റു V2. പ്രോബ്ലം ലെവലിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ആണ് P1 V1 ഈക്വൽ ടു P2 V2. ഈ ബോയിൽസ് ലോ നമ്മൾ ഗ്രാഫിലോട്ട് മാറ്റുമ്പോൾ ഇവിടെ പഠിക്കുന്ന ഗ്രാഫിന്റെ പേരാണ് ഐസോതേർം. ഐസോതേർം എന്ന് പറയാൻ കാരണം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ്. പ്രഷറും വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും. പക്ഷെ ശ്രദ്ധിക്കണം, അതിന് കേർവ് ആയിട്ടാണ് കുറയുക, കാരണം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്നാൽ പ്രഷറും 1/v കൂടെ നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും പ്രഷറും 1/v യും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് സ്ട്രൈറ്റ് ലൈൻ കിട്ടും സ്റ്റാർട്ടിംഗ് ഫ്രം ഒറിജിൻ. അടുത്തത് PV എന്നതൊരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് PV യും V യും തമ്മിൽ വരക്കുമ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ലൈൻ ആണ് കിട്ടുക, പാരലൽ ടു എക്സ് ആക്സിസ്. ഇത്രയാണ് നമുക്ക് ബോയിൽസ് ലോ പഠിക്കാനുള്ളത്. ഇതേ കാര്യങ്ങൾ മറ്റുള്ള ലോസിലോട്ട് കടക്കുകയാണെങ്കിൽ ചാൾസ് ലോ. പ്രഷറും നമ്പർ ഓഫ് മോളും കോൺസ്റ്റന്റ് ആയിരിക്കെ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട് എന്ത് റിലേറ്റ് ചെയ്യുമ്പോഴും ആ ടെമ്പറേച്ചർ ഷുഡ് ബി ഇൻ കെൽവിൻ. കെൽവിനിലായിരിക്കണം. അതിനെ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ വിളിക്കും. പ്രോബ്ലം ചെയ്യുമ്പോഴും ഗ്രാഫ് വരക്കുമ്പോഴും അതിന് സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴും എല്ലാം ടെമ്പറേച്ചർ കെൽവിനിലായിരിക്കണം. V proportional to T, V equal to KT, V by T equal to K. V by T equal to K ആണെങ്കിൽ V1 by T1 equal to V2 by T2. പ്രഷർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇവിടെ വരക്കുന്ന ഗ്രാഫിന്റെ പേരാണ് ഐസോബാർ. V യും T യും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. V by T കോൺസ്റ്റന്റ് ആണ്, സ്ട്രൈറ്റ് ലൈൻ. അടുത്താണ് ഗേൽ-സാക്സ് ലോ. ഗേൽ-സാക്സ് ലോ പറഞ്ഞത് വോളിയവും നമ്പർ ഓഫ് മോളും കോൺസ്റ്റന്റ് ആയിരിക്കും. വോളിയവും നമ്പർ ഓഫ് മോളും കോൺസ്റ്റന്റ് ആയിരിക്കെ P ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T. അപ്പൊ ഇതേ ഫോർമാറ്റിൽ കാര്യങ്ങൾ വരും. P1 by T1 ഈക്വൽ ടു P2 by T2. ഇവിടെ വരക്കുന്ന ഗ്രാഫിന്റെ പേരാണ് ഐസോകോർ. P യും T യും ഗ്രാഫ് നിൽക്കുമ്പോൾ സ്ട്രൈറ്റ് ലൈൻ കിട്ടും. ഇനി P by T ആണ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ പാരലൽ ടു എക്സ് ആക്സിസ് കിട്ടും. അടുത്താണ് അവഗാഡ്രോസ് ലോ. ഈ ലോയിൽ മാത്രമാണ് നമ്പർ ഓഫ് മോൾ ഫിക്സഡ് അല്ലാത്തത്. ബാക്കി എല്ലാത്തിലും നമ്പർ ഓഫ് മോൾ ഫിക്സഡ് ആയിരുന്നു. ഇവിടെ പ്രഷറും ടെമ്പറേച്ചറും ആണ് കോൺസ്റ്റന്റ്. പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആയിരിക്കെ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ നമ്പർ ഓഫ് മോൾ. അങ്ങനെയാണെങ്കിൽ V1 by N1 ഈക്വൽ ടു V2 by N2. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം, ഈക്വൽ വോളിയം ഓഫ് ഗ്യാസസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. എപ്പോ? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഇതാണ് ഈ 4 ലോനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ള വിഷയമാണ് ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ എല്ലാ കണ്ടീഷനിലും നമ്മൾ ഈ പറഞ്ഞ ഓൾ ഗ്യാസ് ഒബേ ചെയ്യുന്ന ഗ്യാസിന്റെ പേരാണ് ഐഡിയൽ ഗ്യാസ്. പക്ഷെ മനസ്സിലാക്കണം, ഇതൊരു തിയററ്റിക്കൽ ഗ്യാസ് ആണ്, അല്ലെങ്കിൽ ഒരു ഇമാജിനറി ഗ്യാസ് ആണ് എന്ന ബേസിലാണ് നമ്മൾ ഐഡിയൽ ഗ്യാസിനെ കുറിച്ച് പഠിക്കുന്നത്. എല്ലാ ലോയും ഒബേ ചെയ്യുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കൊടുക്കാൻ പറ്റും, PV ഈക്വൽ ടു nRT. നമുക്ക് പരിചയമുള്ള ഇക്വേഷൻ ആണ്. ഇതിനെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വിളിക്കും, അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് വിളിക്കും. ഇനി ശ്രദ്ധിക്കണം, ഇതിൽ R എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് ഫോർ ഓൾ ഗ്യാസസ്. ഇതിന്റെ വാല്യൂ യൂണിറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. യൂണിറ്റ് മാറ്റുന്നതനുസരിച്ച് മാത്രമാണ് വാല്യൂ മാറുക. നമുക്ക് പഠിക്കാനുള്ളത് 3 വാല്യൂ ആണ് മെയിൻ ആയിട്ട്. 8.314 into 10⁻². ഇവിടെ പ്രഷർ ബാർ ആണ്. 8.2 into 10⁻². ഇവിടെ പ്രഷർ ATM ആണ്. 8.314 മാത്രം കൊടുക്കുക, ജൂൾ മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. ഇതാണ് ആറിന്റെ വാല്യൂസ്. ഈ 6 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഈ N ഉം T യും ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ PV by NT കോൺസ്റ്റന്റ് എന്ന് പറയാൻ പറ്റും.
PV by NT കോൺസ്റ്റന്റ് ആണെങ്കിൽ P1 V1 by N1 T1 equal to P2 V2 by N2 T2 എന്ന് പറയാം. പക്ഷെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ഫോർ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് നമ്പർ ഓഫ് മോൾ ഫിക്സഡ് ആണെങ്കിൽ പിന്നെ N നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എന്തായിരിക്കും റിലേഷൻ വരിക? P1 V1 by T1 equal to P2 V2 by T2. ഇത് പ്രോബ്ലം ലെവലിൽ നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ ആണ്. ഇതിന് ഞാൻ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ പറയും. ഇതിന്റെ ബേസിൽ നമ്മൾ പഠിക്കേണ്ടതാണ് ഡെൻസിറ്റി ഓഫ് ഗ്യാസ്. ഒരു ഗ്യാസിന്റെ ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണ് Pm/RT. ഇതിൽ പുതിയ ടേം M ആണ്. M എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് ഗ്യാസ് ആണ്. ഈ ഇക്വേഷൻ പ്രകാരം ഡെൻസിറ്റി കാണുമ്പോൾ അതിന്റെ യൂണിറ്റ് ഗ്രാം പെർ ലിറ്റർ ആണ്. അത് കൂടി ശ്രദ്ധിക്കണം, ഗ്രാം പെർ ലിറ്റർ ആണ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട പോയിന്റ് ആണ് മോളാർ വോളിയം. മോളാർ വോളിയം എന്ന് പറയുമ്പോൾ ഒരു മോള് ഗ്യാസിന്റെ വോളിയമാണ്. അത് കണ്ടീഷൻക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പ്രഷർ 1 ബാറും ടെമ്പറേച്ചർ 273 കെൽവിൻ ആണെങ്കിൽ അതിനെ നമ്മൾ STP എന്ന് വിളിക്കും. ആ സമയത്തുള്ള മോളാർ വോളിയം 22.7 ലിറ്റർ ആണ്. പ്രഷർ 1 atm ടെമ്പറേച്ചർ 273 കെൽവിൻ ആണെങ്കിൽ ആ കണ്ടീഷൻ നമ്മൾ NTP എന്ന് വിളിക്കും. ആ സമയത്തുള്ള വോളിയം 22.4 ലിറ്റർ ആണ്. ഇനിയും കണ്ടീഷൻസ് ഉണ്ട്. SATP എന്ന കണ്ടീഷൻ ഉണ്ട്. SATP ടെമ്പറേച്ചർ 298 കെൽവിൻ ആണ്. ആ സമയത്ത് വോളിയം 24.8 ആണ്. അതൊരു അഡീഷണൽ ലെവൽ മാത്രമേ ഉള്ളൂ. സോ മെയിൻ പോയിന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ പറഞ്ഞ എല്ലാം ഉപയോഗിച്ച് എക്സാമിന് ചോദിക്കുന്ന ഒരു ഗ്രാഫുമായി ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യനുകൾ കൊടുക്കാം. പ്രഷറും വോളിയം നമ്മൾ ഗ്രാഫ് വരക്കുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവണല്ലോ. T1 എന്ന ടെമ്പറേച്ചറിൽ ഗ്രാഫ് ഉണ്ട്, T2 ഗ്രാഫ് ഉണ്ട്, T3 ഗ്രാഫ് ഉണ്ട്. എക്സാമിന് ചോദിക്കും T1 ആണോ T2 ആണോ T3 ആണോ വലുത്. നിങ്ങൾ നോക്കേണ്ട എത്ര മാത്രം. T3 എന്ന ടെമ്പറേച്ചറിൽ പ്രഷർ ഏറ്റവും കൂടുതലാണ്. T2 എത്തുമ്പോൾ പ്രഷർ കുറയുന്നുണ്ട്, T1 എത്തുമ്പോൾ പ്രഷർ കുറയുന്നുണ്ട്. എന്താണ് പ്രഷറും ടെമ്പറേച്ചർ റിലേഷൻ? പ്രഷറും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഏറ്റവും വലിയ പ്രഷർ കിട്ടണമെങ്കിൽ അത് ഏറ്റവും വലിയ ടെമ്പറേച്ചർ ആവട്ടെ. സോ ഉറപ്പിച്ചോളൂ T1 less than T2 less than T3. One more example. വോളിയം ടെമ്പറേച്ചറും ഗ്രാഫ് വരക്കുമ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കണം. P1 P2 P3 നമുക്ക് ചെക്ക് ചെയ്യാം. P1ലാണ് ഏറ്റവും വലിയ വോളിയം, P2 എത്തുമ്പോൾ വോളിയം കുറഞ്ഞു, P3 എത്തുമ്പോൾ വോളിയം കുറഞ്ഞു. ഏറ്റവും വലിയ വോളിയം കിട്ടണമെങ്കിൽ പ്രഷർ ഏറ്റവും കുറവായിരിക്കണം. കാരണം പ്രഷറും വോളിയം റിലേഷൻ എന്താ? പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പ്രഷർ ആൻഡ് വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ ഏറ്റവും വലിയ വോളിയം കിട്ടിയ P1 ആണ് ഏറ്റവും ചെറിയ പ്രഷർ. അപ്പൊ നമുക്ക് എന്ത് പറയാം? P1 less than P2 less than P3. ഇത്രയാണ് നമ്മൾ ഐഡിയൽ ഗ്യാസുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. ഇനി നമുക്ക് പഠിക്കാനുള്ള വിഷയമാണ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുമ്പോൾ വ്യത്യസ്ത ഗ്യാസുകൾ നോൺ റിയാക്ടിംഗ് ആണെങ്കിൽ അവിടുത്തെ മൊത്തം പ്രഷർ കിട്ടണമെങ്കിൽ ഓരോ ഗ്യാസിന്റെയും ഇൻഡിവിജ്വൽ പ്രഷറുകൾ കൂട്ടിയാൽ മതി. എയും ബിയും നോൺ റിയാക്ടിംഗ് ഗ്യാസ് ആണെങ്കിൽ P total equal to PA plus PB. ഈ PA ആൻഡ് PB ആണ് പാർഷ്യൽ പ്രഷർ ഓഫ് A ആൻഡ് B എന്ന് വിളിക്കുന്നത്. ഓരോ ഗ്യാസും ഉണ്ടാക്കുന്ന പ്രഷർ. എക്സാമ്പിളോട് കടക്കുകയാണെങ്കിൽ P total equal to PN2 and PCH4. ഇങ്ങനെ ഇതിന് ബുദ്ധിമുട്ടില്ല. കാരണം നൈട്രജൻ ഗ്യാസും മീഥേൻ ഗ്യാസും പരസ്പരം റിയാക്ട് ചെയ്യുന്നവരല്ല. എന്നാൽ P total not equal to partial pressure of NH3 and partial pressure of HCl. കാരണം NH3യും HClഉം പരസ്പരം മിക്സ് ചെയ്താൽ അവർ റിയാക്ട് ചെയ്തിട്ട് NH4Cl ഫോം ചെയ്യും. അവർ റിയാക്ടിംഗ് ഗ്യാസ് ആയതുകൊണ്ട് ഈ ലോ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. പിന്നെ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് 2 ഇക്വേഷൻസ് പഠിക്കണം. ഈ മിക്സ്ചർ ഓഫ് ഗ്യാസിൽ 2 വ്യത്യസ്ത ഗ്യാസ് മിക്സ് ചെയ്താൽ അതിൽ ഏതെങ്കിലും ഒരു ഗ്യാസിന്റെ പ്രഷർ കിട്ടണമെങ്കിൽ അവിടുത്തെ മൊത്തം പ്രഷറിനെ അതിന്റെ മോൾ ഫ്രാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഈ കൈ ഗ്യാസ് എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് ആണ്. അതെങ്ങനെ കാണാം? ആ ഗ്യാസിന്റെ നമ്പർ ഓഫ് മോൾ ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ. നമ്പർ ഓഫ് മോൾ ഓഫ് ഗ്യാസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ. അടുത്ത പോയിന്റ് നോക്കൂ. പ്രഷർ ഓഫ് ഡ്രൈ ഗ്യാസ് ഈക്വൽ ടു P ടോട്ടൽ മൈനസ് അക്വസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസിന്റെ കൂടെ വാട്ടർ വേപ്പർ വരുമ്പോൾ അവിടുത്തെ മൊത്തം പ്രഷർ എന്ന് പറയുമ്പോൾ ആ ഡ്രൈ ഗ്യാസിന്റെ പ്രഷറും ആ വാട്ടർ വേപ്പറിന്റെ പ്രഷറും കൂടി ചേർന്നാണ്. അപ്പോൾ ആ മൊത്തം പ്രഷറിൽ നിന്ന് വാട്ടർ വേപ്പറിന്റെ പ്രഷർ മൈനസ് ചെയ്താൽ മാത്രമേ ആ ഡ്രൈ ഗ്യാസിന്റെ മാത്രം പ്രഷർ കിട്ടുള്ളൂ. ഈ വാട്ടർ വേപ്പറിന്റെ പ്രഷറാണ് അക്വസ് ടെൻഷൻ. അക്വസ് ടെൻഷൻ ഉദ്ദേശിക്കുന്നത് വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ ആണ്.
ഇത്രയാണ് നമുക്ക് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറിൽ പഠിക്കാനുള്ളത്. ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഐഡിയൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ അതൊരു തിയററ്റിക്കൽ ഗ്യാസ് ആണ്. എന്നാൽ യഥാർത്ഥ ഗ്യാസിലോട്ട് എത്തുമ്പോൾ അതിന്റെ സ്വഭാവം ഐഡിയൽ ഗ്യാസിൽ നിന്ന് വ്യത്യാസം കാണിക്കുന്നുണ്ട്. ഈ ഐഡിയൽ ഗ്യാസിന്റെ പ്രോപ്പർട്ടീസ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൽ വിളിക്കുന്നുണ്ട്. അതിൽ നിന്ന് മെയിൻ ആയിട്ട് 2 ഡീവിയേഷൻ ആണ് റിയൽ ഗ്യാസ് കാണിക്കുക. റിയൽ ഗ്യാസ് ഷോ മെയിൻലി 2 ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ. ഐഡിയൽ ബിഹേവിയർ എന്ന് പറഞ്ഞത് ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ വോളിയം മൊത്തം വോളിയവുമായി കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിൾ ആണ് ഐഡിയൽ ഗ്യാസിൽ. വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾ നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസ്. എന്നാൽ അങ്ങനെ ഒരു വോളിയം നെഗ്ലിജിബിൾ അല്ല റിയൽ ഗ്യാസ്. രണ്ടാമത്തെ പോയിന്റ്, ഇന്റർ മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ 0 ആണ്. മോളിക്യൂളുകൾ തമ്മിൽ ഒരു അട്രാക്ഷൻ ഇല്ല ഐഡിയൽ ഗ്യാസിൽ. എന്നാൽ അട്രാക്ഷൻ ഇല്ല എന്ന് പറയാൻ കഴിയില്ല, നോട്ട് 0 ആണ് റിയൽ ഗ്യാസ്. ഇതാണ് ഐഡിയൽ ഗ്യാസിൽ നിന്ന് റിയൽ ഗ്യാസ് കാണിക്കുന്ന വ്യത്യാസം. എക്സാമിന് ഐഡിയൽ ഗ്യാസിൽ നിന്ന് റിയൽ ഗ്യാസിന്റെ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഈ 2 ഡീവിയേഷൻ ആണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ റിയൽ ഗ്യാസിന്റെ സ്വഭാവത്തിനെ നമുക്ക് ഐഡിയൽ ഗ്യാസിന്റെ സ്വഭാവത്തിലേക്ക് മാറ്റാൻ പറ്റും. അതിന് 2 കണ്ടീഷൻ ഉണ്ട്. ഒന്ന് അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ, അടുത്തത് അറ്റ് വെരി ലോ പ്രഷർ. ഇത് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കാം? ഒന്ന് ടെമ്പറേച്ചർ ആണ്, ഒന്ന് പ്രഷർ ആണ്, ഒന്ന് ഹൈ ആണ്, ഒന്ന് ലോ ആണ്. അതിൽ ഏത് ഹൈ ആണ് ഏത് ലോ ആണ് എന്ന കാര്യത്തിൽ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇന്റർ മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ 0 ആണ്. അട്രാക്ഷൻ 0 ആണെങ്കിൽ നമ്മൾ നല്ലവണ്ണം ചൂടാക്കണം. അപ്പൊ ഹൈ ടെമ്പറേച്ചർ കൊടുക്കുമ്പോഴാണ് അട്രാക്ഷൻ 0 ആവുക. അപ്പൊ ടെമ്പറേച്ചർ ഹൈ ആണെന്ന് മനസ്സിലായല്ലോ, പ്രഷർ ലോ ആണ്. നമുക്കത് അങ്ങനെ പഠിക്കാം. പക്ഷെ മനസ്സിലാക്കണം, ഈ 2 കണ്ടീഷനും ഒരുമിച്ച് കൊടുത്താൽ മാത്രമേ അത് ഐഡിയൽ ഗ്യാസിന്റെ സ്വഭാവം കാണിക്കുള്ളൂ. ഇപ്പൊ നമ്മള് ഐഡിയൽ ഗ്യാസിന്റെ സ്വഭാവം കാണിക്കാനുള്ള കണ്ടീഷൻ പറഞ്ഞു. റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസിൽ നിന്ന് വ്യത്യാസം കാണിക്കുന്നതുകൊണ്ട് തന്നെ റിയൽ ഗ്യാസിന് സ്വന്തമായിട്ട് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനെ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ വിളിക്കും. ആ ഇക്വേഷൻ എന്താണ്? P plus AN square by V square into V minus NB equal to NRT. ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യണം. ഇതിൽ വരുന്ന പുതിയ ടേം ആണ് എയും ബിയും. അതിനെ വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻസ് വിളിക്കും. ഇതിന് കുറച്ചുകൂടി അപ്ലിക്കേഷനിൽ ചോദിക്കുകയാണെങ്കിൽ എന്റെയും ബിന്റെയും ഡീറ്റെയിൽസ് എക്സാം ചോദിക്കാം. എന്റെ വാല്യൂ എന്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇന്റർ മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അടുത്തത്, ഈ എ എന്ന വാല്യൂവിന്റെ യൂണിറ്റ് ATM ലിറ്റർ സ്ക്വയർ മോൾ റൈസ് ടു -2 ആണ്. അടുത്തത് ബി, വോളിയം ഓഫ് മോളിക്യൂൾ ഓക്യുപ്പൈഡ്. ബി ഡിപ്പെൻഡ്സ് ഓൺ വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഓക്യുപ്പൈഡ് ആൻഡ് യൂണിറ്റ് ലിറ്റർ പെർ മോൾ ആണ്. അത് പൊതുവെ എക്സാം ചോദിക്കാറില്ല, പക്ഷെ അതുകൂടി ഒരു അഡീഷണൽ ഞാൻ പറയാണ്. വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എക്സാം ചോദിക്കാം. അതിൽ 2 കോൺസ്റ്റൻസ് ആണ് എയും ബിയും. അതിന്റെ ഫീച്ചേഴ്സ് കൂടി പറയുന്നുണ്ട്. ഇത്രയാണ് ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് കംപ്രസിബിലിറ്റി ഫാക്ടർ. കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസിൽ നിന്ന് വ്യത്യാസം കാണിക്കണ്ടല്ലോ, അത് എത്രത്തോളം കാണിക്കുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണ്. ഇക്വേഷൻ വെരി സിമ്പിൾ. Z ഈക്വൽ ടു PV ബൈ NRT. കംപ്രസിബിലിറ്റി ഫാക്ടർ കാണാൻ ഇക്വേഷൻ PV ബൈ NRT. ഇതിനെ വോളിയം ഓഫ് റിയൽ ഗ്യാസ് ബൈ വോളിയം ഓഫ് ഐഡിയൽ ഗ്യാസ് എന്ന് പറയാം. എന്താണ് റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് വ്യത്യാസം? ഐഡിയൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ തിയററ്റിക്കൽ വാല്യൂ ആണ്. റിയൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ അത് എക്സ്പെരിമെന്റൽ വാല്യൂ ആണ്. നിങ്ങളുടെ കയ്യിലത് ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ നമുക്കറിയാലോ PV ഈക്വൽ ടു NRT ആണ്. PV ഈക്വൽ ടു NRT ആണെങ്കിൽ Z ഈക്വൽ ടു 1 ആണ്. നിങ്ങളുടെ കയ്യിൽ റിയൽ ഗ്യാസ് ആണെങ്കിൽ PV ഈക്വൽ ടു NRT അല്ല, അതുകൊണ്ട് Z നോട്ട് ഈക്വൽ ടു 1 ആണ്. ഈ Z ന്റെ വാല്യൂ 1 അല്ല എന്ന് പറഞ്ഞാൽ അത് 1നേക്കാളും കൂടാനും ചാൻസ് ഉണ്ട്, കുറയാനും ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ Z ന്റെ വാല്യൂ നോക്കിയിട്ട് റിയൽ ഗ്യാസ് 2 ടൈപ്പ് എന്ന് പറയാം. ഒന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവർ, അടുത്ത നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവർ. പോസിറ്റീവ് ഡീവിയേഷൻ എന്താ? അത് Z ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. നെഗറ്റീവ് ഡീവിയേഷൻ Z ന്റെ വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കും. ഇനിയുള്ള ഓരോ പോയിന്റ് നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റും. Z ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആവണമെങ്കിൽ ഈ റിയൽ ഗ്യാസിന്റെ വോളിയം ഐഡിയൽ ഗ്യാസിന്റെ വോളിയത്തിനേക്കാൾ കൂടണം. ലെസ് ദാൻ 1 ആണെങ്കിൽ റിയൽ ഗ്യാസിന്റെ വോളിയം ഐഡിയൽ ഗ്യാസിന്റെ വോളിയത്തിനേക്കാൾ കൂടണം. റിയൽ ഗ്യാസിന്റെ വോളിയം കൂടുതലാണ് എന്ന് പറഞ്ഞ അർത്ഥം അത് നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ്. ഒരാളുടെ വോളിയം വലുതാണ് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ തരത്തിലെ ഗ്യാസുകൾ ലെസ് കംപ്രസിബിൾ ആയിരിക്കും. ഐഡിയൽ ഗ്യാസിനേക്കാളും വോളിയം കുറവാന്ന് പറഞ്ഞ അർത്ഥം അത് ചുരുങ്ങിയിട്ടാണ് കാണപ്പെടുന്നത്. അതിന് നല്ലവണ്ണം കംപ്രസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, മോർ കംപ്രസിബിൾ ആണ്. എന്തുകൊണ്ടാണ് കംപ്രസ് ചെയ്യാൻ പറ്റാത്തത്? അവിടെ റിപ്പൾഷൻ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടാണ്.
അവിടെ അട്രാക്ഷൻ ഇല്ല എന്നല്ല, റിപ്പൾഷൻ ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഇവിടെ അട്രാക്ഷൻ ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഇതാണ് പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും. ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ടേമാണ് ബോയിൽസ് ടെമ്പറേച്ചർ. അത് സിംപ്ലി ഡെഫിനിഷൻ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. ഒരു ഗ്യാസ് ഏത് ടെമ്പറേച്ചറിലാണോ ഐഡിയൽ ഗ്യാസിന്റെ സ്വഭാവം കാണിക്കുന്നത് ആ ടെമ്പറേച്ചറിന്റെ പേരാണ് ബോയിൽസ് ടെമ്പറേച്ചർ. പക്ഷെ നമുക്കറിയാം ടെമ്പറേച്ചർ മാത്രം പോരാ, പ്രഷറും അഡ്ജസ്റ്റ് ചെയ്യണം. അത് ഡെഫിനിഷനിൽ ഇൻ പർട്ടിക്കുലർ റേഞ്ച് ഓഫ് ലോ പ്രഷർ എന്നൂടെ പഠിക്കണം. ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് റിയൽ ഗ്യാസ് ഷോ ഐഡിയൽ ബിഹേവിയർ എപ്പോ ഇൻ പർട്ടിക്കുലർ റേഞ്ച് ഓഫ് ലോ പ്രഷർ. ഈ റിയൽ ഗ്യാസും ഐഡിയൽ ഗ്യാസുമായി ബന്ധപ്പെട്ട് ഒരു കമ്പാരിസണിൽ നമുക്കൊരു ഗ്രാഫ് പഠിക്കാനുണ്ട്. ഒരു സിമ്പിൾ ഗ്രാഫ്, അതിന്റെ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് ആവശ്യമില്ല. പ്രഷറും പോലെ നമ്മൾ ഗ്രാഫ് വരച്ചാണ് അതൊരു കർവാണ് കിട്ടുക. പക്ഷേ ഐഡിയൽ ഗ്യാസും റിയൽ ഗ്യാസും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. റിയൽ ഗ്യാസിന്റെ ഗ്രാഫ് ഐഡിയൽ ഗ്യാസിന്റെ ഗ്രാഫിന്റെ റൈറ്റ് സൈഡ് നാം തുടങ്ങാം, എന്നിട്ട് താഴോട്ടാണ് അവസാനിക്കുക. അപ്പോ റിയൽ ഗ്യാസ് മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് താഴോട്ട് പോകുന്നു പഠിക്കാം. അതിന്റെ ഡീറ്റെയിൽസ് ആക്ച്വലി ഒരു +1 ബോർഡ് എക്സാം ലെവലിൽ നമുക്ക് ആവശ്യമില്ല. പിന്നെ നമ്മൾ ഗ്യാസുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട അടുത്ത ഫാക്ടറാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ നമ്മൾ മനസ്സിലാക്കണം. ഒരു ഗ്യാസിന് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് മുകളിൽ അതിന് ലിക്വിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ ടെമ്പറേച്ചറിന്റെ പേരാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. നമുക്കറിയാം ടെമ്പറേച്ചർ കുറച്ചിട്ടാണ് ഒരു ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യുക. അങ്ങനെ ടെമ്പറേച്ചർ കുറക്കണം. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ മുകളിലാണെങ്കിൽ ആ ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ കഴിയില്ല. എത്ര പ്രഷർ കൊടുത്തിട്ടാണെങ്കിലും ലിക്വിഫൈ ചെയ്യാൻ കഴിയില്ല. അതിന്റെ ആ ടെമ്പറേച്ചർ ആണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഇനി അടുത്ത പോയിന്റ് വെരി ഇമ്പോർട്ടന്റ്. ഒരു ഗ്യാസിന് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടുതലാണ് എന്ന് പറഞ്ഞർത്ഥം ആ ഗ്യാസിന് ലിക്വിഫാക്ഷൻ ടെൻഡൻസി കൂടുതലാണ് എന്നാണ്. ലിക്വിഫാക്ഷൻ ടെൻഡൻസി കൂടുതലാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം? ആ ഗ്യാസിൽ ഇന്റർ മോളിക്കുലർ അട്രാക്ഷൻ കൂടുതലാണെന്ന് പറയാം. ഇന്റർ മോളിക്കുലർ അട്രാക്ഷൻ കൂടുതലാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് A കൂടുതലാണെന്ന് പറയാൻ പറ്റും. അപ്പൊ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഡെഫിനിഷൻ ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് അതിന്റെ അപ്ലിക്കേഷൻ. ഒരാൾക്ക് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ അത് മോർ ലിക്വിഫാക്ഷൻ കാണിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഗ്യാസുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ. ഓക്കെ, നമ്മൾ ഗ്യാസുമായി ബന്ധപ്പെട്ട് ഗ്യാസിന്റെ വെലോസിറ്റിയെ കുറിച്ച് പഠിക്കണം. ഈ പറഞ്ഞ ഭാഗങ്ങൾ നമ്മുടെ സപ്ലിമെന്ററി പാർട്ടിൽ വന്നതാണ്. ഒരു ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ. ഇപ്പോൾ ഒരു ഗ്യാസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഓരോ മോളിക്യൂൾസും ഓരോ രീതിയിലാണ് മൂവ് ചെയ്യുക, വ്യത്യസ്ത വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 3 രീതിയിലാണ് വെലോസിറ്റി കാണുക. ഒന്ന് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ മോളിക്യൂൾസ് കാണിക്കുന്ന വെലോസിറ്റിയാണ്. അടുത്തത് ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ആവറേജ് കാണാനാണ്. റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി. വെലോസിറ്റിയുടെ സ്ക്വയർ കണ്ട് മീൻ കണ്ട് അതിന് റൂട്ട് എടുക്കാണ് ചെയ്യുക. ഈ 3 രീതിയിലാണ് വെലോസിറ്റി കാണാം. നമുക്ക് പഠിക്കാനുള്ളത് ഒരേ ഗ്യാസ് ആണെങ്കിൽ അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആണെങ്കിൽ, ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന ഗ്യാസ് അതേപോലെ ടെമ്പറേച്ചർ ഫിക്സ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിന്റെ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും RMS വെലോസിറ്റിയുടെ റേഷ്യോ 1:1.28:1.224 ആണ്. എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഗ്യാസ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഏറ്റവും വലിയ വെലോസിറ്റി RMS വെലോസിറ്റിയാണ്. അതിനേക്കാളും ചെറുതാണ് ആവറേജ്, അതിനേക്കാളും ചെറുതാണ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. ഇനി നമുക്ക് ഇവരെ കണക്ട് ചെയ്യുന്ന ഒരു ഗ്രാഫ് നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂളും വെലോസിറ്റി തമ്മിലാണ് ഗ്രാഫ്. അതായത് ഓരോ വെലോസിറ്റിയും അത് കാണിക്കുന്ന മോളിക്യൂൾസിന്റെ ഫ്രാക്ഷനും അതിന്റെ എണ്ണമാണ് ഗ്രാഫിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതൊരു ഗ്യാസ് ആണെങ്കിലും അതിന്റെ ഗ്രാഫിന്റെ ഏകദേശ റൂട്ട് ഇങ്ങനെ വരിക. അതൊന്നും നമ്മൾ +1 ബോർഡ് എക്സാമിന് കാര്യമായി ചോദിക്കുന്ന ഭാഗങ്ങളല്ല, ഒരു മിനിമം ലെവലിൽ മാത്രം മനസ്സിലാക്കാം. അതായത് വളരെ ചെറിയ വെലോസിറ്റി കാണിക്കുന്നവർ പൊതുവെ കുറവായിരിക്കും, ഒരുപാട് വലിയ വെലോസിറ്റി കാണിക്കുന്നവർ പൊതുവെ കൂടുതലായിരിക്കും. ഒരു മീഡിയം ലെവൽ വെലോസിറ്റിയാണ് കൂടുതൽ ആളുകൾ കാണിക്കുക. നോക്കൂ, T1 എന്ന ടെമ്പറേച്ചറിൽ ഗ്രാഫ് ഉണ്ട്, T2 എന്ന ടെമ്പറേച്ചറിൽ ഗ്രാഫ് ഉണ്ട്. T2 ആണ് T1നെക്കാളും വലുത്. എങ്ങനെ മനസ്സിലായി? T2വിലാണ് വലിയ വെലോസിറ്റി കാണിക്കുന്നവരുടെ എണ്ണം കൂടുതൽ. വലിയ വെലോസിറ്റി കാണിക്കുന്ന എണ്ണം കൂടുതലാന്ന് പറഞ്ഞ അർത്ഥം അവിടെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ഈ ഗ്രാഫില് T1ല് ഏറ്റവും കൂടുതൽ ആളുകൾ കാണിക്കുന്ന വെലോസിറ്റി ഇതാണ്, അതാണ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. T2വില് ഏറ്റവും കൂടുതൽ ആളുകൾ കാണിക്കുന്ന വെലോസിറ്റി ഇതാണ്. നമുക്കറിയാം മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റിക്കാളും വലുതാണ് ആവറേജ്, അതിനേക്കാളും വലുതാണ് RMS. അപ്പോൾ T1ലെ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഇതാണെങ്കിൽ
ഇതിനേക്കാളും കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ആവറേജ് വെലോസിറ്റി വരിക, അതിനേക്കാളും കഴിഞ്ഞിട്ടായിരിക്കും RMS വെലോസിറ്റി വരിക. ഈ T2വിലെ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഇതാണെങ്കിൽ ഇതിന് കുറച്ച് കഴിഞ്ഞിട്ട് ആവറേജ് വരും, കുറച്ച് കഴിഞ്ഞിട്ട് RMS വരും. ഈ ഏരിയ കംപ്ലീറ്റ് ഒരു എൻട്രൻസ് എക്സാം ലെവലിലാണ് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാറുള്ളത്. ഒരു +1 എക്സാം ലെവലിൽ ഇത്രയും ബേസിക്കലി മനസ്സിലാക്കുക. പിന്നെ ഈ ചാപ്റ്ററിൽ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ കുറിച്ച് പറയുന്നുണ്ട്. മോളിക്യൂളുകൾ തമ്മിൽ അട്രാക്ഷനെ വാൻ ഡെർ വാൾസ് ഫോഴ്സ് എന്നാണ് വിളിക്കുക. ഇതെല്ലാം ബേസിക് ലെവലിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. 4 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഡിസ്പെർഷൻ ഫോഴ്സ്. ഡിസ്പെർഷൻ ഫോഴ്സ് എന്ന് പറയുമ്പോൾ 2 ന്യൂട്രലായ മോളിക്യൂളുകൾക്കിടയിലുള്ള അട്രാക്ഷൻ ആണ്. അത് നമ്മൾ ലണ്ടൻ ഫോഴ്സ് വിളിക്കും. അപ്പോൾ ഡിസ്പെർഷൻ ഫോഴ്സ് മീനിങ് എന്താ? ബിറ്റ്വീൻ ന്യൂട്രൽ മോളിക്യൂൾ. ഡൈപോൾ ഡൈപോൾ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ പോളാർ മോളിക്യൂൾ. ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഡൈപോൾ ആണ്, ഒന്ന് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ആണ്. ഇൻഡ്യൂസ്ഡ് ഡൈപോൾ എന്ന് പറയുമ്പോൾ ബേസിക്കലി അത് ന്യൂട്രൽ ആണ്. അപ്പോൾ ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ എന്ന് പറയുമ്പോൾ പോളാർ മോളിക്യൂളും ന്യൂട്രൽ മോളിക്യൂളും തമ്മിൽ അട്രാക്ഷൻ ആണ്. പിന്നെ അടുത്തതാണ് ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ടിനെ കുറിച്ച് കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിക്കുന്നുണ്ട്. അത് ഹൈഡ്രജൻ ഇലക്ട്രോനെഗറ്റീവ് ആയ ഫ്ലൂറിൻ ഓക്സിജൻ നൈട്രജൻ ബോണ്ട് ഉണ്ടാക്കുമ്പോൾ വരുന്ന ഇന്റർ മോളിക്യുലർ അട്രാക്ഷന് പേരാണ്. പിന്നെ ഈ വാൻ ഡെർ വാൾസ് ഫോഴ്സുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട വിഷയമാണ് ഇന്ററാക്ഷൻ എനർജി. 2 മോളിക്യൂളുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ എനർജി ആ മോളിക്യൂളിന്റെ റേഡിയസ് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇവിടെ R കൊണ്ട് ഉദ്ദേശിക്കുന്നത് റേഡിയസ് ആണ്. എന്നാൽ ഇന്ററാക്ഷൻ എനർജി പ്രൊപ്പോർഷണൽ ടു 1/r⁻³ എന്നും 1/r⁻6 എന്നും പഠിക്കണം. r⁻³ എന്ന് പറയുന്നത് സോളിഡ്സിലാണ്. സോളിഡ് ആയി നിൽക്കുന്ന സമയത്തുള്ള ഇന്ററാക്ഷൻ എനർജി ആണെങ്കിൽ പ്രൊപ്പോർഷണൽ ടു 1/r⁻3. എന്നാൽ ആ മോളിക്യൂൾസിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ, മൂവ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് ലിക്വിഡ് സ്റ്റേറ്റ് ആവാം, ഗ്യാസ് സ്റ്റേറ്റ് ആവാം. അപ്പോൾ അത് 1/r⁻6 ആയിരിക്കും. എന്നാലും ഈ മൊത്തം ഏരിയയിൽ നിന്ന് ഒരു ബേസിക് ലെവൽ ഐഡിയ മാത്രം ഉണ്ടാക്കിയാൽ മതി. +1 ബോർഡ് എക്സാമിന് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്ന ഭാഗമല്ല. എന്നാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാക്കണം. ഇത് വിശദമായി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എൻട്രൻസ് ലെവലിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പക്ഷെ +1 ബോർഡ് എക്സാം ലെവലിൽ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ കുറച്ച് കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്താണ്. ഈ ചാപ്റ്ററിൽ ഗ്യാസ് സ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ വിശദമായി മനസ്സിലാക്കി. ലിക്വിഡ് സ്റ്റേറ്റിനെ കുറിച്ച് ബേസിക് ആയ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ആദ്യം നമുക്ക് നോക്കാം വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷർ എന്ന് പറയുമ്പോൾ ഒരു ലിക്വിഡ് വേപ്പറൈസ് ചെയ്യും, എന്നിട്ട് ആ ലിക്വിഡും വേപ്പറും തമ്മിൽ ഇക്വിലിബ്രിയത്തിൽ എത്തും. ആ ഇക്വിലിബ്രിയം എത്ര സമയത്ത് അവിടെയുള്ള വേപ്പർ എത്ര പ്രഷർ ഉണ്ടാക്കോ ആ പ്രഷറിന്റെ പേരാണ് വേപ്പർ പ്രഷർ. ഇറ്റ് ഈസ് ദ പ്രഷർ എക്സൈറ്റഡ് ബൈ വേപ്പർ ഇൻ ഇക്വിലിബ്രിയം വിത്ത് ലിക്വിഡ്. ഇത് ഇക്വിലിബ്രിയത്തിലെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ഒരു ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ആ ഡിപ്പെൻഡൻസ് എങ്ങനെയാണ്? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ വേപ്പർ പ്രഷർ കൂടുകയും ചെയ്യാം. ഒരു ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ വേറെ ഒരു പ്രോപ്പർട്ടിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുമായി കണക്ട് ചെയ്ത് പഠിക്കേണ്ട വിഷയമാണ് ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് എന്താ? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ വേപ്പർ പ്രഷർ കൂടുമല്ലോ. ആ വേപ്പർ പ്രഷർ കൂടി 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 അത് എപ്പോഴാണോ എക്സ്റ്റേണൽ പ്രഷറിന് ഈക്വൽ ആകുന്നത്, അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആകുന്നത്, ആ ടെമ്പറേച്ചർ വിളിക്കുന്ന പേരാണ് ബോയിലിംഗ് പോയിന്റ്. ആ സമയത്താണ് ബോയിലിംഗ് സംഭവിക്കുക. അപ്പൊ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആകുന്ന ടെമ്പറേച്ചർ ആണ് ബോയിലിംഗ് പോയിന്റ്. എക്സ്റ്റേണൽ പ്രഷർ കൂടുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കൂടും. കാരണം എന്താ? വേപ്പർ പ്രഷർ എക്സ്റ്റേണൽ പ്രഷറിന് ഈക്വൽ ആകുന്ന ടെമ്പറേച്ചർ ആണ് ബോയിലിംഗ് പോയിന്റ്. ഈ എക്സ്റ്റേണൽ പ്രഷർ കൂടുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കൂടും. ഇതിന്റെ ബേസിൽ നമുക്ക് പഠിക്കണം. എക്സ്റ്റേണൽ പ്രഷറിന്റെ ബേസിൽ ബോയിലിംഗ് പോയിന്റ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റ്, അടുത്തത് നോർമൽ ബോയിലിംഗ് പോയിന്റ്. നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടീഷനും നോർമൽ കണ്ടീഷനും പഠിച്ചല്ലോ. സ്റ്റാൻഡേർഡ് കണ്ടീഷനിലെ പ്രഷർ 1 bar ആണ്, നോർമൽ കണ്ടീഷനിലെ പ്രഷർ 1 atm ആണ്. അപ്പൊ എത്രേ ഉള്ളൂ? എക്സ്റ്റേണൽ പ്രഷർ 1 bar ആയി കൺസിഡർ ചെയ്താൽ ബോയിലിംഗ് പോയിന്റ് പേരാണ് സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റ്. എക്സ്റ്റേണൽ പ്രഷർ 1 atm ആയി കൺസിഡർ ചെയ്താൽ ബോയിലിംഗ് പോയിന്റ് പേരെന്താ? നോർമൽ ബോയിലിംഗ് പോയിന്റ്. നമ്മൾ നോർമലി കൺസിഡർ ചെയ്യുന്നത് 1 atm ആയതുകൊണ്ടാണ് വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി എന്ന് പറഞ്ഞത്. എന്നാൽ ഇവിടുത്തെ പ്രഷർ 1 bar ആണെങ്കിൽ ഈ വെള്ളം 99.6 ഡിഗ്രി തിളക്കും. അപ്പോൾ എക്സ്റ്റേണൽ പ്രഷർ മാറുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് മാറുന്ന മനസ്സിലാക്കണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള 3 ആപ്ലിക്കേഷൻ ആണ്. ഹയർ ആൾട്ടിറ്റ്യൂഡ്സിൽ എക്സ്റ്റേണൽ പ്രഷർ കുറവാണ്, അതുകൊണ്ട് തന്നെ ബോയിലിംഗ് പോയിന്റ് വളരെ കുറവാണ്. ബോയിലിംഗ് പോയിന്റ് കുറവായതുകൊണ്ട് വെള്ളം വേഗം തിളക്കും. അപ്പോൾ വെള്ളത്തിന് ചൂട് കുറവായിരിക്കും, അതുകൊണ്ട് കുക്കിംഗ് ബിക്കം ഡിഫിക്കൽട്ട്. അടുത്ത പോയിന്റ്, അടച്ച പാത്രത്തിൽ വെള്ളത്തിന്
അറ്റ്മോസ്ഫിയറിനോട് ബന്ധമില്ലാത്തത് കൊണ്ട് ഈ വെള്ളം ഒരിക്കലും തിളക്കുന്നില്ല. ഇൻ ക്ലോസ്ഡ് വെസൽ ബോയിലിംഗ് ഈസ് നോട്ട് പോസിബിൾ. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇൻ ക്ലോസ്ഡ് വെസൽ ബോയിലിംഗ് ഈസ് നോട്ട് പോസിബിൾ. ആ വെള്ളം ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുമെന്നല്ലാതെ ആ വെള്ളം ഒരിക്കലും തിളക്കുന്നില്ല. ബോയിലിംഗ് ഈസ് നോട്ട് പോസിബിൾ. അതുകൊണ്ട് ആ വെള്ളത്തിൽ കൂടുതൽ ചൂടാവാൻ പറ്റുന്നുണ്ട്. ഫുഡ് ഉണ്ടാക്കൽ, കുക്കിംഗ് വളരെ ഈസി ആയിരുന്നു. ഈ പ്രിൻസിപ്പിളാണ് പ്രഷർ കുക്കറിൽ സംഭവിക്കുന്നത്. പ്രഷർ കുക്കറിൽ വാട്ടർ ബോയിൽസ് അറ്റ് ഹയർ ടെമ്പറേച്ചർ ഓൺലി. നോർമലി ടെമ്പറേച്ചറിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ പ്രഷർ കുക്കറിൽ വെള്ളം തിളക്കില്ല. കാരണം എന്താ? അത് അടച്ചു വെച്ച പാത്രമാണ്. അത് ഒരുപാട് ചൂടായി അതിന്റെ വിസിൽ പൊന്തുന്ന സമയത്ത്, നോബ് പൊന്തുന്ന സമയത്ത് മാത്രമേ അറ്റ്മോസ്ഫിയറിനോട് ബന്ധം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വെള്ളത്തിന് തിളക്കാനുള്ള ചാൻസ് കുറവാണ്. ബോയിൽസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഇത്രയാണ് വേപ്പർ പ്രഷറും ബോയിലിംഗ് പോയിന്റ്. ലിക്വിഡുമായി ബന്ധപ്പെട്ട് ഇനി പഠിക്കേണ്ട 2 പ്രോപ്പർട്ടീസ് ആണ് സർഫസ് ടെൻഷനും വിസ്കോസിറ്റിയും. ഈ രണ്ടിനെ കുറിച്ച് നിങ്ങൾ വിശദമായി ഡീറ്റെയിൽ ആയിട്ട് ഫിസിക്സിൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ കെമിസ്ട്രി ലെവലിൽ ബേസിക്കായ രീതിയിൽ മാത്രമേ പഠിക്കാനുള്ളൂ. വളരെ ബേസിക് ആയിട്ട് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ. സർഫസ് ടെൻഷൻ എന്ന് പറയുമ്പോൾ സർഫസിലെ മോളിക്യൂൾസിനെ താഴോട്ട് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും. ആ അട്രാക്ഷനെ വിളിക്കുന്ന പേരാണ് സർഫസ് ടെൻഷൻ. ഇറ്റ് ഈസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് പെർപെൻഡിക്കുലർ ടു സർഫസ് ഓഫ് ലിക്വിഡ്. എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ബീക്കറിൽ ലിക്വിഡ് എടുത്താൽ ആ ലിക്വിഡിലെ സർഫസിലെ മോളിക്യൂളിന് താഴോട്ട് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും. ആ അട്രാക്ഷന്റെ പേരാണ് സർഫസ് ടെൻഷൻ. ഇങ്ങനെ അട്രാക്ഷൻ കാരണം അതിന്റെ സർഫസ് ചുരുങ്ങി വരികയാണ് ചെയ്യുക. അതുകൊണ്ട് സർഫസ് ഏരിയ ഓഫ് ലിക്വിഡ് കുറയും. ഇത് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആയതുകൊണ്ട് ഇതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. നിങ്ങൾ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ അങ്ങനെ അട്രാക്ഷനുള്ള ചാൻസ് കുറയാണ് ചെയ്യുക. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസ് സർഫസ് ടെൻഷൻ ഡിക്രീസ്. നമുക്ക് എപ്പോഴും എക്സാം ചോദിക്കാം ഈ സർഫസ് ടെൻഷൻ കൊണ്ട് ഉണ്ടാകുന്ന എഫക്റ്റുകളാണ്. ഒന്നാണ് സ്ഫെറിക്കൽ ഷേപ്പ് ഓഫ് ലിക്വിഡ് ഡ്രോപ്പ്. ലിക്വിഡ് ഡ്രോപ്പിന് സ്ഫെറിക്കൽ ഷേപ്പ് കിട്ടാനുള്ള കാരണം ലിക്വിഡിന്റെ സർഫസ് ടെൻഷൻ ആണ്. അടുത്തത് ഫയർ പോളിഷിംഗ് ഓഫ് ഗ്ലാസ്. ഗ്ലാസിനെ നമുക്ക് ചൂടാക്കിയിട്ട് പോളിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അടുത്തത് കാപ്പിലറി ആക്ഷൻ ഓഫ് ലിക്വിഡ്. കാപ്പിലറി റൈസും കാപ്പിലറി ഫാളും ഉണ്ട്. ഇതിനെല്ലാം കാരണം സർഫസ് ടെൻഷൻ ആണ്. അടുത്തത് പാർട്ടിക്കിൾ വെറ്റ്സ് ബൈ ലിക്വിഡ്. ഒരു പാർട്ടിക്കിളോട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് അതിൽ ഒട്ടിപ്പിടിക്കാനുള്ള കാരണം സർഫസ് ടെൻഷനിലോട്ടാണ്. ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾ ഫിസിക്സിൽ പഠിക്കുന്നുണ്ട്. കെമിസ്ട്രിയിലൊന്നും നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. അടുത്തതാണ് വിസ്കോസിറ്റി. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സർഫസിലൂടെ ലിക്വിഡിന് കടന്നു പോകാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പൊ വിസ്കോസിറ്റി കൂടുതലാന്ന് പറഞ്ഞ അർത്ഥം അതിന് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ്. ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ടു ഫ്ലോ ഫോർ ലിക്വിഡ് ഓൺ സർഫസ്. ഇതിന് കാരണം ഈ ലിക്വിഡിലെ മോളിക്യൂൾസിനിടയിലുള്ള അട്രാക്ഷൻ ആണ് ഇന്റേണൽ ഫ്രിക്ഷൻ ഓഫ് മോളിക്യൂൾ. ഇങ്ങനെ ഒരു ഇന്റേണൽ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ട് ലിക്വിഡിന്റെ ഫ്ലോനെ ലാമിനാർ ഫ്ലോ എന്നാണ് വിളിക്കുക. അപ്പൊ ഈ ടേം ശ്രദ്ധിക്കുക, ലാമിനാർ ഫ്ലോ. ലാമിനാർ ഫ്ലോ എന്നത് ലിക്വിഡിന്റെ പ്രോപ്പർട്ടിയാണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു വിസ്കോസിറ്റി. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഒരു +1 ബോർഡ് എക്സാം ലെവലിൽ നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് കുറയും. കാരണം എന്താ? ഈ ഇന്റേണൽ ഫ്രിക്ഷൻ ഇല്ലാണ്ടാകും. പിന്നെ അങ്ങനെ വിസ്കോസിറ്റി ഉണ്ടാവില്ല. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ വിസ്കോസിറ്റി കുറയും. ഇതിന്റെ ഒരു എഫക്റ്റ് ആയിട്ട് പഠിക്കേണ്ടത് പഴയ ബിൽഡിങ്ങിന്റെ വിൻഡോ പാൻസിന്റെ താഴ്ഭാഗത്തിന് തിക്നെസ് കൂടുതലായിരുന്നു. ഹയർ തിക്നെസ് ഓഫ് വിൻഡോ പാൻസ് ഓഫ് ഓൾഡ് ബിൽഡിംഗ് ഓൺ ബോട്ടം ദാൻ ടോപ്പ്. അതിന് കാരണം ഈ വിസ്കോസിറ്റിയാണ്. ഇത്രയുമാണ് ലിക്വിഡുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ലിക്വിഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേപ്പർ പ്രഷർ, ബോയിലിംഗ് പോയിന്റ്, ഇവാപറേഷൻ, സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി. ഈ 5 പ്രോപ്പർട്ടിയാണ് പഠിക്കാനുള്ളത്. ഈ 5 പ്രോപ്പർട്ടിയിൽ നിന്നും വളരെ ബേസിക് ആയ ക്വസ്റ്റ്യൻസ് മാത്രമേ +1 ബോർഡ് എക്സാമിന് ചോദിക്കാറുള്ളൂ. ഇത്രയുമാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.